ഹലോ, നമ്മളിന്ന് പോകാൻ പോണത് ഞങ്ങളിന്ന് പോകാൻ പോണത് ആലപ്പുഴയിലേക്കാണ്. ട്രിപ്പ് പോലെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, 1 ഡേ. അപ്പോൾ ആരൊക്കെ പോകുന്നത് വെച്ചാൽ എൻ്റെ ഫാമിലിയും ഏട്ടൻ്റെ ഫാമിലിയും കൂടിയാണ്. എങ്ങനെയുണ്ട് ഗൈസ്? നല്ല രസമുണ്ട് എങ്ങനെ? ഇല്ലെങ്കിൽ സാരില്ല, എത്ര ഭംഗിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഫുൾ ലുക്ക് ഒന്ന് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്ന്. ഫാൻ ഓഫാക്കിയാലേ നിങ്ങൾ ക്ലിയർ ആയിട്ട് കേൾക്കുള്ളൂ ആദ്യത്തെ സമയത്ത്. പക്ഷേ ആദ്യമായിട്ടാണ് ഞങ്ങൾ വർത്താനം പറഞ്ഞുകൊണ്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഇത്രയും നാൾ വീഡിയോ എടുത്തതിന് ശേഷം ഞങ്ങൾ ഓഡിയോ കൊടുക്കല്. ഇന്ന് ഞങ്ങൾ പറ്റുന്ന പോലെ ഓൺ വോയിസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എൻ്റെ ഫുൾ ലുക്ക് കാണാം, ഏട്ടൻ്റെ ഫുൾ ലുക്കും കാണാം. ഞങ്ങൾ ന്യൂ ഇയറിന് ശേഷം ഇങ്ങനെ ടൂറൊക്കെ ഇനി പോണത് പറ്റുന്ന പോലെ വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഞങ്ങൾ ഒരുപാട് ടൂറ് പോയിട്ടുണ്ട്. എന്നാലും ഇങ്ങനെ ഇപ്പോൾ ദൂരോട്ട് എന്ന് പറയില്ല, ഞങ്ങൾ പോയിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത്. പക്ഷേ ഇനി പോണത് മാക്സിമം വീഡിയോ എടുത്തിട്ട് ഇടാനും, അതുപോലെ തന്നെ ന്യൂ ഇയറിന് ശേഷം എടുത്തൊരു റെസൊല്യൂഷൻ പോലെ ഞങ്ങളിത് കാണുന്നത് മാക്സിമം വീഡിയോ എടുക്കാനും, അതുപോലെ തന്നെ ഓൺ വോയിസ് കൊടുക്കാനും, പിന്നെ പിന്നെന്താ ടൂർ പോകാൻ മാക്സിമം കവറപ്പ് ചെയ്യണമെന്ന് ഞങ്ങൾക്കൊരു എയിമുണ്ട്. അത് അച്ചീവ് ആവുമെന്നറിയില്ല, നമ്മൾ മാക്സിമം ശ്രമിക്കുക അത് അച്ചീവ് ആക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ആദ്യത്തെ ടൂറിൻ്റെ ഒരു തുറക്കാണിത്. ഏട്ട ഫുൾ മേക്കപ്പ് ചെയ്യട്, അത് കഴിഞ്ഞിട്ട് നിങ്ങളെ വീഡിയോയിൽ കാണിക്കുക വിചാരിച്ചിട്ടാ. ഏട്ടൻ ഞാൻ കാണിച്ചാൽ ഗൈസ്. അല്ല എന്തെങ്കിലും ഒന്ന് പറയുമോ? കഷ്ടപ്പെട്ട് ഞാൻ എടുക്കുകയാണ്. ഹായ് ഗൈസ്, ഇന്ന് ഞങ്ങൾ ആലപ്പുഴയ്ക്കാണ് ട്രിപ്പ് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഞങ്ങളെ വീഡിയോ കാണുക. ബാക്കി വിശേഷങ്ങൾ ഉടനീളമായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. ശരി, അപ്പം ഇനി ബാക്കിയുള്ളത് വഴി അപ്ഡേറ്റ് ചെയ്യാം. സുഖമായിട്ടെല്ലാം നടക്കൂലേ? ശരിക്കും അവിടെ ഓട്ടോ കയറിയിട്ട് വേണം സ്കൂളിൽ പോകാൻ. അഭിപ്രായം ചോദിക്കല്ലേ? നമ്മൾ ആലപ്പുഴ പോകണം, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഹാപ്പി ഹാപ്പി ഒത്തിരി പറയുന്നത്, വേറൊന്നും പറയില്ല. പ്രിയപുരെന്താ പറയാത്തത്? മമ്മി അഭിപ്രായം പറയും. നമ്മള് ടൂറ് പറഞ്ഞു നോക്കട്ടെ, പറഞ്ഞു അഭിപ്രായം പറയും. എങ്ങനെയാ പോണത് നമ്മള്? ട്രെയിൻ ആലപ്പുഴ വഴി കൊച്ചുവേലി വരെ പോകുന്ന ചണ്ഡീഗഡ് കൊച്ചുവേലി സംക്രാന്തി എക്സ്പ്രസ് 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. യാത്രിക്ക് പ്ലാറ്റ്ഫോം ക്രമാങ്ക് 8 पर आएगी. For the kind attention of passengers, train number 1221 ചണ്ഡീഗഡ്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി. 4:30ക്കാണ് ട്രെയിനിൽ കയറിയത്. ഇപ്പം ഏകദേശം ഒരു 7:30-8 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എണീച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ട്രെയിനിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം.
ട്രെയിൻ യാത്ര മാത്രമാണ് ഞങ്ങൾക്ക് ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ട്രെയിൻ വന്നതേ ലേറ്റ് ആയിട്ടാണ്. പിന്നെ വന്ന് കഴിഞ്ഞ് ട്രെയിനിൽ കയറിയപ്പം അത്ര കംഫർട്ടബിൾ അല്ലായിരുന്നു എല്ലാവരും. ഇപ്പോൾ 5 പേര് വേറൊരു ബോഗിയിലും മറ്റേ ബാക്കിയുള്ളവർ വേറെ സ്ഥലത്തൊക്കെ ഇരുന്നു. അങ്ങനെ ലാസ്റ്റായിട്ട് ഒരുമിച്ച് കൂടി. പിന്നെ അത് മാത്രമല്ല ട്രെയിനിൽ ബാഡ് സ്മെല്ലൊക്കെ വരുന്നപ്പോൾ നമുക്ക് അത്ര ഗുഡായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. എന്നാലും ഞങ്ങൾ മാക്സിമം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ എൻജോയ് ചെയ്തു. എന്നാലും ഈ യാത്ര എന്ന് ആലപ്പുഴയിലേക്കുള്ള ട്രിപ്പിൽ വെച്ച് നോക്കുമ്പോൾ ആകെ ഈ ട്രെയിൻ യാത്ര മാത്രമാണ് ഞങ്ങൾക്ക് കുറച്ചൊരു ബാഡ് ഫീലിംഗ് ആയിട്ട് തോന്നിയത്. എനിക്ക് കൈമാറിയിട്ടുണ്ട്. ഞാൻ തിരിച്ചു കയറി. അങ്ങനെ ട്രെയിൻ ആലപ്പുഴ എത്തിയത് 10 മണിക്കാണ്. അപ്പോൾ ആ 10 മണി വരെ ഞങ്ങൾ എല്ലാവരും വേറെ വേറെ സ്ഥലത്തൊന്നല്ലായിരുന്നു ഇരുന്നത്. ഒരു 9 മണിക്ക് ശേഷം തന്നെ എല്ലാവരും ഒത്തുകൂടാനൊക്കെ തുടങ്ങി. അപ്പോഴാണ് പിന്നെ എല്ലാവർക്കും ഒരു സന്തോഷമൊക്കെ വന്നത്. നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോഴല്ലേ അതിൻ്റെതായ ഒരു ഫീൽ വരുള്ളൂ. നിങ്ങൾ ആരെങ്കിലും ന്യൂ ഇയറിന് ശേഷം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ടൂർ പോയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് പോയി നോക്കൂ. അത്രയുള്ളൂ പറയും. എന്തോ രീതിയിലാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് പോണത്. ആലപ്പുഴ ഹൗസ്ബോട്ടിലേക്കാണ്. ഞങ്ങളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ റിന്യൂവൽ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല. ഈ 2025 പുതിയ ഇയർ തന്നെ ഞങ്ങൾക്കൊരു ടൂർ പോകണമെന്ന് ഞങ്ങൾ ഒരുപാട് നാളായിട്ട് പ്ലാൻ ചെയ്തതാണ്. അതിപ്പോൾ എന്തായാലും സക്സസ് ആയി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും പറഞ്ഞത്, ഇപ്പോൾ ജനുവരി കഴിഞ്ഞിട്ടില്ല, ആരെങ്കിലും ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും പോയി നോക്കി. എനിക്കറിയാം നല്ല ഡിസ്റ്റർബൻസ് ഉണ്ട് ഔട്ട്സൈഡ് സൗണ്ടിൻ്റെ. പക്ഷെ നിങ്ങൾ ക്ഷമിക്കുക, കാരണം ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുമ്പോൾ എന്തായാലും അതിൻ്റെതായ മിസ്റ്റേക്ക് വരില്ലല്ലോ. ഇപ്പം ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞങ്ങളിപ്പോൾ ഏകദേശം ആലപ്പുഴ എത്തിയെന്ന് തന്നെ ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലായി. കാരണം ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫുള്ള് ബോട്ട് ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുന്ന കാണാം. പിന്നെ ചിലത് നിർത്തിയിട്ടതും കാണാം. അപ്പോൾ ആലപ്പുഴ ഇതുവരെ പോവാത്തവരാണെങ്കിൽ എന്തായാലും പോയി നോക്കാം. അടിപൊളി സ്ഥലമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ബോട്ടിംഗ് ജേർണി തന്നെയാണ് അവിടെ പോയതിന് ശേഷം. അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും എല്ലാവരോടും പറയും നിങ്ങൾക്ക് അവിടെ പോകാൻ ധൈര്യമായിട്ട്. കാരണം എനിക്കത് അത്രയ്ക്ക് ഇഷ്ടമായി. കാരണം ഈ പ്രകൃതി ഭംഗിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊക്കെ എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റില്ലല്ലോ. മൂന്ന് ഓട്ടോയിലായിട്ടതാണ്. ഒരു ഓട്ടോ ഇതാ, ഒരോട്ടോ ഇതാ, പിന്നെ ഒരു ഓട്ടോ എന്താ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്? ഇത്രയും മനുഷ്യയുള്ള സ്ഥലത്തിൽ കൂടെ നമ്മൾ പോകുന്നത്. എന്താ പറയാനുള്ളത്? അവർ ഭയങ്കര പാടം ശയ്യാണ്. എന്താ പറയാനുള്ളത്? ഭയങ്കര തിരക്കല്ലേ? എന്താ പറയാനുള്ളത്? നല്ല തിരക്കാം. ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ബോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ ഇനിയുള്ളത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടറിയും എങ്ങനെയുണ്ടെന്ന്. നമ്മൾ വാങ്ങി ബോട്ടാണ് കേട്ടോ പാല്. അതല്ലേ, ഇത് നിന്റെ റൂം. ഇത് കോടീശ്വരന്റെ പുത്രിയാണ്, അതുകൊണ്ട് ഇത് വാങ്ങിയത്. അത് ഭാര്യയാണ്. നല്ല ചൂടുണ്ട്. വൃത്തിയുള്ള റൂമാണ്. ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. അത് വാഷ്റൂം. AC ഒന്നും നമ്മൾ ഉപയോഗിക്കും തോന്നില്ല. ഇതിന്റെ ഒരേ ഒരു ഹസ്ബൻഡ്, ഇത് മാമി. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് രാജേന്ദ്രൻ. ബോട്ടിന്റെ ഓണറാണ്. 79 നല്ലപോലെ എൻജോയ് ചെയ്ത് വരിക കേട്ടാ. 4:45 അടുക്കും. 5 മണിയാകുമ്പോൾ കിടങ്ങാം കേട്ടാ. ബാക്കി എല്ലാം അവര് കൈകാര്യം ചെയ്യും. ഫുഡൊക്കെ നല്ല ഓണം ഫുഡായിരിക്കും കേട്ടോ. ചേട്ടനുള്ള ഗുണം അതാണ്. ആലപ്പുഴക്കുള്ള ഹൗസ് ബോട്ടിന്റെ ഗുണം എന്ന് വെച്ചാൽ എല്ലാ റൂട്ടിലും കറങ്ങി വരാം. ചെറിയ ചെറിയ റോഡുമൊക്കെ കറങ്ങി എല്ലാം പക്കറ്റ് വരാം. ഞാൻ ആലപ്പുഴയ്ക്ക് ഉള്ളത് കേട്ടാ. കുറെ നാളത്തെ ആഗ്രഹം
ഹൗസ് ബോട്ടിൽ വരണം. അത് നടന്ന് പിന്നെ അത് മാത്രല്ല നല്ല ആൾക്കാരാണ്. പിന്നെ മാത്രല്ല അല്ല അത് വർത്താന ശൈലി കുറച്ച് ഡിഫറൻസ് ഉണ്ട്. പാറു പറയും എങ്ങനെയുണ്ട് ബോട്ട്? നല്ല രസമുണ്ടോ? സൂപ്പറാ. എടുത്തില്ല, ഇതെടുത്താ വിളകും, കുറച്ച് അവിടേക്ക് എത്തും, പിന്നെ നമുക്ക് പോകണം. ഇനി പാറുവിന്റെ ഡാൻസ് ഒക്കെ ഉണ്ട്, ഡാൻസും പാട്ടും നടക്കത്തില്ലേ? എങ്ങനെയുണ്ട്? അടിപൊളി. അതെടുത്തതല്ലല്ലോ, ആണോ? നല്ല രസമുണ്ട് അല്ലേ? ഏട്ടാ നോക്ക്, ഇതില് കാണുമ്പോ ഒരു പ്രത്യേക ഭംഗി. ഫോണിൽ നോക്ക്. ഒരു ആകാശമൊക്കെ നല്ല ഡാർക്ക് നീല, ഈ പച്ചപ്പൊക്കെ നല്ല ഭംഗിയിലുണ്ട്. എല്ലാം ഇവിടെ സ്ഥലം പിടിക്കലൊക്കെ കഴിഞ്ഞോ? അവിടെ കിടക്കറ്റുണ്ട്. നിന്നെ കാണും നേരം തൊട്ടെന്നുള്ളം തേടിപ്പായും തിരികൾ പലതല്ലും ഇടനെഞ്ചിൽ നിന്നെ കാണും നേരം തേടിപ്പായും പലതല്ലും ഇടനെഞ്ചിൽ കോടിൽ തേനായി സ്നേഹം തേൻവരിക്കയായി പൂവായി സ്നേഹം പൂമ്പാറ്റയായി നിന്റെ കടുങ്കാപ്പി മിഴിയൊന്നു കാണാൻ ഞാനും ആ കടലിന്റെ കടവത്തു കാത്തു പറയാതെ പറയുന്ന കടുങ്കാപ്പി മിഴിയുള്ള കരളേ നിൻ കനവുണ്ടൻ കണ്ണു തേനലകൾ തുള്ളില നീയല്ലേ എന്നാത്മസംഗീത ശില്പം നീയല്ലേ. ഇവിടെ 2 കപ്പിൾസ് സംസാരിക്കണേ. ഒരു കപ്പിള് രണ്ടാമത്തെ കപ്പിളതാ. ഇത് സ്വയം വ്ലോഗ് എടുക്കണ മാമി. ഇരുന്ന് ചോക്ലേറ്റ് കഴിക്കുന്നത് പാറും. എന്നെ കൊല്ലാതെ തള്ളിപ്പോകാതെ നെഞ്ചില്ലാതെ കൺമണി சொன்ன என் சொல்லில் இல்லை உண்மைகள் ஏனோ கோபங்கள் சொல்லடி என்னை கொல்லாதே தள்ளி போகாதே. കണ്ണിലണിഞ്ഞവളെ നിന്നവളെ രാഗം നീയല്ലേ താളം നീയല്ലേ എന്നാത്മസംഗീത ശില്പം നീയല്ലേ. കരിമീനാണ് പൊരിച്ചുകൊണ്ടിരിക്കുന്നത്. ചാപ്പ ചിക്കൻ കറി. എന്താ ചിക്കൻ കറി. കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ആലപ്പുഴ വന്നിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. സത്യം പറയാലോ ഇതുവരെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കാരണം വെച്ചാൽ ഓൾമോസ്റ്റ് ഇവിടുത്തെ ഒരു ഇത് ഇവിടെ ഓൾമോസ്റ്റ് ഞാനൊക്കെ പുസ്തകത്തിൽ പഠിച്ചതേ ഉള്ളൂ.
ഇപ്പോൾ സ്വന്തം നിൽപ്പിനെക്കാട്ടും ഉയരത്തിലാണ് ഇവിടെ വെള്ളം നിൽക്കുന്നത്. അതിനെ കാണുമ്പോൾ അതൊരു പ്രത്യേക ഫീലാണ്. ഞാൻ എൻ്റെ ഒന്ന് പറയട്ടെ, ഞാനും ആദ്യമായിട്ടാണ് ആലപ്പുഴ വരുന്നത്. ഫസ്റ്റ് ടൈമാണ് ഹൗസ് ബോട്ടിൽ കയറുന്നതൊക്കെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ ബോട്ടിൽ കൂടെയുള്ള യാത്രയാണ്. ഒക്കെ പറയുന്നത് സൂപ്പർ. പിന്നെ ഓൾറെഡി ഇപ്പം നമ്മൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബാക്കി കുറേ ബോട്ടുകൾ കാണാം. അതൊക്കെ എൻജോയ്മെൻ്റ് ഒക്കെ കാണുമ്പോൾ അപ്പം ഞങ്ങളിവിടെ ബൈക്കൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊന്ന് അടിച്ചു പൊളിച്ചിട്ട് നിനക്കു മാത്രമായി സുന്ദരീവ വെണ്ണിലവേവ എൻ ജീവൻ കമ്പനിക്ക് മാമനെ കുടിക്കാം. പറ്റിയ പാട്ടാണ്. മോളെ ഒരു കാണാനൂലിൽ ദൈവം കോർത്തു നമ്മെ എന്നും ഒന്നായി ഒന്നായി ചേർന്നിരിക്കാം. ദൂരെ ആകാശത്തണലിൽ തനിച്ചിരിക്കാൻ, ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാൻ, സ്വർഗങ്ങളെ സ്വന്തമാക്കാൻ. ഓ മൈ ഫ്രണ്ട്, നിൻ കണ്ണുകളിൽ ഞാൻ കാണും
കാണുന്നെൻ്റെ മുഖം ഓ മൈ ഫ്രണ്ട് നിൻ വാക്കുകളിൽ ഞാൻ കേൾക്കുന്നെൻ്റെ സ്വരം ഇനി നമുക്ക് ഈ ഫുഡിനെ കുറിച്ച് ചർച്ച ചെയ്യാം. നിങ്ങൾ കണ്ടില്ലേ, ആ ടേബിളും നിറച്ച സാധനങ്ങളാണ്. സത്യം പറയാലോ ഗൈസ്, ഞങ്ങൾ ഇത്രയ്ക്കൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. ഗംഭീരമായിട്ടുള്ള ഫുഡായിരുന്നു, ഒരു രക്ഷയില്ല. ഞങ്ങളെല്ലാവരും വയറ് നിറച്ചും കഴിച്ചു. ഞങ്ങൾക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം ഉറങ്ങാതെ തന്നെ ഒരു സ്ഥലത്തേക്കും നീക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും റെസ്റ്റ് എടുക്കാൻ പോയി. അപ്പോഴാണ് കള്ള് കിട്ടിയത്. എന്നാൽ കള്ള് കുടിച്ചിട്ടാവാൻ ഇനി ബാക്കി പരിപാടിയിൽ നിന്ന് തോന്നി. ചേച്ചി പറയും അവനോട്, ചേച്ചി ഫിനിഷാണോ ഒറ്റ കുടിക്കണം. എന്റെ മോളെ കുടിച്ചിട്ട് എക്സ്പീരിയൻസ് ഉണ്ട് തോന്നുന്നുണ്ട്. എന്താണ് എത്ര പ്രാവശ്യം കുടിച്ചിട്ടുണ്ട് ഒന്ന് പറയോ? ആണോ നിങ്ങൾ പറഞ്ഞ ഡീസന്റ് ഭാര്യ? ഇത് എക്സ്പീരിയൻസ് ആണല്ലോ. ഇത് പിന്നെ അതന്നെ, ഇത് പിന്നെ വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ല. ഓ ആയി വാ, സൂപ്പർ അല്ലേ? അതന്നെ, അത്രയേ ഉള്ളൂ. ഒറ്റ വഴിക്കൊന്ന് കുടിക്കൂ. എന്റെ ഏട്ട പാവം കള്ളും കുടിക്കില്ല, ഒന്നും കുടിക്കില്ല. എന്ത് ടീഷർട്ടാ നോക്ക്, മൂക്കൊക്കെ ആ കുടിക്ക്. പാവം ലൈഫിൽ ആദ്യമായിട്ട് കള്ള് കുടിക്കുന്ന ഭർത്താവ്. അതെടുത്ത വീഡിയോ ഭാര്യ. അച്ചാറ് ഇത് ശീലാണെന്ന് തോന്നുന്നു. ശീലിച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു അടി ഫുള്ളാക്കി അപ്പോൾ ഗായ്സ്, നിങ്ങളെല്ലാവരും കണ്ടില്ലേ, ഞങ്ങളെല്ലാവരും കള്ളൊക്കെ കുടിച്ച് കുറച്ച് കിക്കായി. അതിന് ശേഷം ഞങ്ങൾ വിചാരിച്ചു ഇന്നീ അടുത്ത പ്ലാൻ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ആയിക്കൂടെ സ്പീഡ് ബോട്ട് പോകുന്നത്. എന്നാൽ പിന്നെ അതിലും കൂടി ഇന്ന് കയറാൻ വിചാരിച്ചു. അപ്പുറത്തോട്ട് പോയില്ലേ? ശരിക്കും ഈ ബോട്ടിൽ കയറിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടമായി പോയനെ. ഞങ്ങൾ അത്രയ്ക്ക് എൻജോയ് ചെയ്തു ഈ യാത്ര. നല്ല രസമുണ്ടായിരുന്നു കയ്യിലിരുന്ന് ലൈക്ക് യാത്ര ചെയ്തപ്പോൾ. ഇത് എൻ്റെ മാത്രം അഭിപ്രായമല്ല കേട്ടോ, ഈ സ്പീഡ് ബോട്ടിൽ കയറി എല്ലാവരുടെ അഭിപ്രായമാണ്. ഞങ്ങൾ കുറച്ച് പേര് ഈ സ്പീഡ് ബോട്ട് പോയിട്ടുള്ളൂ, ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കര പേടി. അപ്പോൾ അവരൊന്നും യാത്രയിൽ വന്നിട്ടില്ല, അവരൊക്കെ ആ ബോട്ടിൽ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് പേര് മാത്രം സ്പീഡ് ബോട്ടിൽ കയറിയതാണ്. നിങ്ങൾ കയറിയിട്ടുണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ അനുഭവം? ഞാൻ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ അത്രയ്ക്ക് അടിച്ചു പൊളിച്ചൊരു യാത്രയാണ് ഇതെന്ന്. അപ്പം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ഞങ്ങൾ അടിച്ചു പൊളിച്ചിരിക്കണമെന്ന്.
പിന്നെ ഈ വീഡിയോ കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോ ആയിരിക്കും, കാരണം ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാ ഈ ബോട്ടുകളൊക്കെ നിർത്തേണ്ട സമയമായിട്ടുണ്ട്. ആ ബോട്ടിൽ നിന്ന് ഇറങ്ങാൻ ആർക്കും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു, പക്ഷേ ഇറങ്ങിയല്ലേ പറ്റുള്ളൂ. പിന്നെ എപ്പോഴും ബോട്ടിൽ യാത്ര ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഈ ഇൻട്രസ്റ്റ് ഒന്നും എനിക്ക് തോന്നുന്നില്ല, എനിക്കറിയില്ല അതിനെക്കുറിച്ചിട്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇതൊരു പുതുമയുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നത് ഞങ്ങൾ ആദ്യമായിട്ടായതുകൊണ്ടായിരിക്കും മേ ബി. എന്തായാലും ഞങ്ങൾക്കിത് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. ഞങ്ങൾ വർത്തമാനത്തിലൂടെയും ഈ വീഡിയോസ് കണ്ടപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ ഇതാ ഞങ്ങൾ ഹൗസ് ബോട്ടിൽ നിന്ന് ഇറങ്ങി ഇനി വിശേഷങ്ങൾ കേൾക്കാം. ഹലോ ഗായ്സ്, പ്രേമ യാത്ര സൂപ്പർ, ഒരു രക്ഷയില്ല, സൂപ്പർ ആയിരുന്നു. ഞാൻ എല്ലാരെ കൊണ്ടും റിവ്യൂ പറയും കേട്ടോ. അച്ഛാ എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? അടിപൊളി. അമ്മ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. അമ്മക്ക് സ്ട്രോങ് ഇല്ല. പാറു എങ്ങനെയുണ്ട് യാത്ര? സൂപ്പർ. അങ്ങനെ ഇതാ അവിടുത്തെ ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടും ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളും അവരുടെ കൂടെ ഇറങ്ങി. ഇനി ഞങ്ങൾ എങ്ങോട്ടാ പോണേന്ന് അറിയണ്ടേ? ഇതാ കണ്ടു നോക്കും. ഓട്ടോയില് ആലപ്പുഴ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു 5:30-6 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും ആലപ്പുഴ ബീച്ചിലെത്തിയിട്ടുണ്ട്. അവിടെ എന്തോ വാട്ടർ ഫെസ്റ്റ് പോലത്തെ എന്തോ നടക്കുന്നുണ്ട്. സോ എല്ലാവരും അതിൻ്റെ തിരക്കിലാണ് അവിടെ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആൾക്കാർ സ്പ്രെഡ് ചെയ്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബീച്ചിലേക്ക് നോക്കുമ്പോൾ ഫുൾ ആൾക്കാരായിരുന്നു. പിന്നെ ഞങ്ങൾ നിൽക്കുന്ന സൈഡ് മാത്രം കുറച്ച് ആൾക്കാർ കുറവുള്ളത്. നല്ല വൃത്തിയുള്ള ബീച്ചായിരുന്നു, കാരണം ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തൊന്നും അധികം ചണ്ടികളോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. സോ ബീച്ചും ഞങ്ങൾക്ക് ഇഷ്ടമായി. പറഞ്ഞേ ഏത് ബീച്ചിലാണ്? ആലപ്പുഴ ബീച്ച്. പിന്നെന്താ അറിയാതെ ബസ് വരെ 11 മണിയാവും. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് വെറുതെ കടലും നോക്കിയിരിക്കും. പിന്നെ ഞങ്ങൾ കോഴിക്കോട് ബീച്ചൊക്കെ കണ്ട് അങ്ങനെ കണ്ട് ഇതായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ബീച്ച് പക്ഷെ എന്നാലും നല്ല വൃത്തിയൊക്കെ ഉണ്ട് അല്ലേ? നല്ല ബീച്ച് കേട്ടോ. കാലിക്കറ്റ് ബീച്ചിനെക്കാളും കുറച്ചും കൂടി വലിയ ബീച്ചാണ്, കുറച്ചും കൂടി സ്പേസ് കൂടുതലുള്ള പോലെ ഫീൽ ചെയ്യും. ഗൈസ് അങ്ങനെ രാത്രിയായി പറയും നീ വൈകിട്ട് ചെയ്യാന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങളിങ്ങനെ കോഴിക്കോട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് കയറാൻ വേണ്ടി പോയി. അല്ല, ഫുഡ് കഴിക്കാൻ പോവാ. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ തിരിക്കും. പുതിയൊരു തൊപ്പിയൊക്കെ വാങ്ങിച്ചെടുക്കണം. ആലപ്പുഴ തൊപ്പി. ഓക്കെ, അത്രയേ ഉള്ളൂ. നീ ഏതേ വിളിച്ച് വരട്ടെ. അവിടേക്ക് കുറച്ച് വെളിച്ചുണ്ട്, അപ്പൊ അവിടുന്ന് സംസാരിക്കാം. ഇവിടുന്ന് വൈകിട്ട് ചെയ്യാട്ടാ. ഞങ്ങൾ ഇനി ഭക്ഷണം കഴിച്ചിട്ട് വണ്ടി കയറിയിട്ട് നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ബൈ. അങ്ങനെ ഗായ്സ് ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്. ഇനി ഹോട്ടലിൽ കയറി ഫുഡ് കൂടി കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്താൽ ഞങ്ങളുടെ ബസ് വരുന്ന സമയമാവും. അപ്പോൾ അതാ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ഇരുന്നു. ഓരോരുത്തർ ഓരോന്നാണ് ഓർഡർ ചെയ്തത്. പൊറാട്ട, ചപ്പാത്തി, അപ്പം, പിന്നെ ബട്ടർ ചിക്കൻ ഉണ്ടായിരുന്നു. പിന്നെ ഒരു പെപ്പർ ചിക്കനും അതുപോലെ തന്നെ കുറുമക്കറിയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്.